നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ദശമഹാവിദ്യകളിൽ മൂന്നാമതായി പറയുന്നത് ലളിതാ ദേവതയെയാണ്. ത്രിപുര സുന്ദരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേവി പ്രപഞ്ച സൗന്ദര്യം, ആനന്ദം എന്നിവയുടെ പ്രതീകമാണ്. 10 ദേവതമാരിൽ ഏറ്റവും സൗമ്യമായ ഭാവമാണ് ലളിത. ഏവർക്കും ആരാധിക്കാവുന്ന ദേവതയാണ് ലളിത. പ്രപഞ്ച ഐശ്വര്യകാരിണിയായ ത്രിപുര സുന്ദരിയെ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. രാമായണത്തിൽ സേതുബന്ധനത്തോടെയാണ് യുദ്ധകാന്ഡം ആരംഭിക്കുന്നത്. രാമേശ്വരം കടൽ തീരത്തെത്തുന്ന രാമലക്ഷ്മണന്മാർ വാനരസേനയുടെ സഹായത്തോടെ സമുദ്രത്തിൽ പാത നിർമ്മിക്കുന്ന ഭാഗമാണിത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ ഉന്മൂലനം ചെയ്യാൻ ഈ ഭാഗം ഇന്ന് നമുക്ക് കേൾക്കാം. അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോടു പദ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാദശാനന, കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലതു ചൊല്ലണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതുമെല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടിത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്രഘ്നയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭനകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനും ത്രിശിരസ്സതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരേ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിന്നുമാമല്ലവനോടെടോ നേരെ പൊരുതു ജയിപ്പതിനാറുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല, കേളാരെന്നറിവാനുമാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്ഹിയുമല്ലവൻ വൈവസ്വതനും നിരൃതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ല വനീശാനനുമല്ല വേദാവുമല്ല ഭുജംഗാധിപനുമല്ല ആദിത്യ രുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ
നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിടിനാൻ. കൊന്നാൻ 21 തുട രാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നസുരരെയൊക്കെയൊടുക്കുവാൻ മന്നിലവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാനെന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടായെന്നു നിർണയം. എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേവലൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ളുക മടിയാത്തേ. രാമായണത്തിലെ സേതുബന്ധനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രീ രാഹുൽ വിശദമാക്കുന്നത്. കേൾക്കാം. രാവണൻ്റെ അധാർമിക പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് അനുജനായിട്ടുള്ള വിഭീഷണൻ രാവണന് ധർമ്മോപദേശം ചെയ്യുകയാണ്. ആ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. രാവണൻ്റെ ലങ്കയിൽ വന്ന് ഹനുമാൻ സ്വാമി നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊക്കെ കഴിഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമിയും സുഗ്രീവനും ലക്ഷ്മണനും വാനരപ്പടയൊക്കെ കൂടി യുദ്ധത്തിന് വേണ്ടിയിട്ട് സന്നദ്ധരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് രാവണന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരാം എന്ന് ചിന്തിച്ചിട്ട് വിഭീഷണൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അല്ലയോ രാവണ, നീ ആരുടെ ബലത്തിലാണ് ഈ അഹങ്കരിക്കുന്നത്? ആര് നിന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്? കുംഭകർണനോ, നികുംഭനോ, കുംഭകനുവാണോ, പ്രഹസ്തനാണോ? ഇനി സാക്ഷാൽ ഇന്ദ്രനെ തോൽപ്പിച്ചിട്ടുള്ള ഇന്ദ്രജിത്ത് തന്നെ വന്നു കഴിഞ്ഞാലും ശ്രീരാമചന്ദ്രസ്വാമിയോട് എതിരിട്ട് ജയിക്കാനാവില്ല. അദ്ദേഹം സാക്ഷാൽ ആദിനാരായണനാണ്, വരുണനല്ല, യമനല്ല, ഇന്ദ്രനല്ല. നിങ്ങൾ ഇതുവരെ തോൽപ്പിച്ചിട്ടുള്ള, ഇതുവരെ നേരിട്ടിട്ടുള്ള ആരുമല്ല. സാക്ഷാൽ നാരായണൻ ജഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ജഗത്തിൻ്റെ പാപഭാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ അവതരിച്ചതാണ്. ആ ഭഗവാനോട് യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത് നിൻ്റെ സർവനാശത്തിന് കാരണമാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഭഗവാന്റെ മറ്റ് അവതാരങ്ങൾ അതിൻ്റെ ഓരോന്നിൻ്റെയും മഹിമ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ ശ്രീരാമചന്ദ്രസ്വാമിയാണ് മുന്നേ വേദങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മത്സ്യാവതാരമായിട്ട് വന്നിട്ടുള്ളത്. നൃസിംഹമായിട്ട് ഹിരണ്യകശിപുവിനെ വധിച്ചതും ഇതേ ഭഗവാനാണ്. ഹിരണ്യാക്ഷനെ വധിച്ചതും ഇതേ ഭഗവാനാണ്. വരാഹരൂപത്തിൽ ബലിയുടെ ദർപ്പത്തെ അടക്കിയിട്ട് 3 ലോകങ്ങളെയും അളന്ന് ആ ബലിക്ക് സംരക്ഷണവും കൊടുത്തിട്ടുള്ളത് ഇതേ ഭഗവാൻ തന്നെയാണ്. ഇതേ ഭഗവാനാണ് ക്ഷത്രിയന്മാരായിട്ട് പിറന്ന് എന്നാൽ അധർമ്മത്തിൻ്റെ മാർഗത്തിൽ പോയി രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ, രാജ്യത്തെ ധർമ്മത്തിൻ്റെ പാതയിൽ നയിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരെ അടക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ദർപ്പം അടക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ പരശുരാമനായിട്ട് അവതാരം എടുത്തത് ഇതേ ശ്രീരാമചന്ദ്രസ്വാമി, ഇതേ നാരായണൻ നിന്നെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ ജന്മത്തിൽ വന്നിരിക്കുക. മുന്നേ ബ്രഹ്മദേവൻ, മറ്റ് ദേവഗണങ്ങൾ, ഭൂമിദേവി ഇവരൊക്കെ കൂടിയിട്ട് പാലാഴി തീരത്ത് വന്ന് ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ, നിൻ്റെ ചെയ്തികൾ ഭൂമിക്ക് എത്രത്തോളം ഭാരമുണ്ടാക്കുന്നുണ്ട് എന്ന് അവർ സങ്കടം ഉണർത്തിച്ചപ്പോൾ നാരായണൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ ദശരഥൻ്റെ കുലത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് പോയിട്ട് ജനിക്കും. ആ സമയത്ത് എൻ്റെ യോഗമായാദേവി ജനകൻ്റെ കുലത്തിൽ വന്ന് ജനിക്കും. അങ്ങനെ ജനിച്ചവരാണ് ഇവർ രണ്ടുപേരും. ആ ശ്രീരാമചന്ദ്രസ്വാമിയാണ്, നീ ഓർക്കണം, ബാല്യാവസ്ഥയിൽ വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അതേ ഭഗവാനാണ് ഉണ്ണിയായിരിക്കുമ്പോൾ താടകയെ വധിച്ചത്, യാഗം രക്ഷിച്ചത്, സുബാഹുവിനെ വധിച്ചത് ഇതേ ഭഗവാൻ. എന്നിട്ട് സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ വളരെ ദിവ്യമായിട്ടുള്ള ശാപത്തെ ഖണ്ഡിച്ച് സീതാദേവിയെ സ്വന്തമാക്കിയതും ഇതേ ഭഗവാൻ. ആ ഭഗവാനെ കുറച്ച് കാണരുത് എന്ന് പറഞ്ഞു. നിന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാനനത്തിൽ വന്നിട്ടുള്ളത്. പിതാവിൻ്റെ ആജ്ഞ മറയാക്കിയിട്ട് അവർ കാനനത്തിൽ വന്നിട്ടുള്ളതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, രാവണ,
അത് നിന്റെ നാശമാണ്. സർവനാശത്തിന് വേണ്ടിയിട്ട് നീ അദ്ദേഹത്തിൻ്റെ ദേവിയെ, ആ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവന്നു. എപ്രകാരമാണോ ശ്വാനൻ യാഗശാലയിൽ ചെന്നിട്ട് ഹവിസ് കൊണ്ടുപോകുന്നത്, അതേമാതിരിയാണ് രാവണൻ ദേവിയെ അപഹരിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട് രാവണനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ദേവിയെ ഭഗവാന് തന്നെ തിരിച്ചു കൊടുത്ത് ആ കാൽക്കൽ വീണ് നമസ്കരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു, ഈ അടുത്താണ് ഒരു വാനരൻ ഈ കടൽ ചാടിക്കടന്ന് വന്ന് ലങ്കയെ ചുട്ടു പൊട്ടിച്ചത്, ഓർക്കണില്ലേ രാവണ? ഹനുമാൻ സ്വാമിയുടെ കാര്യം പറഞ്ഞു. ഭഗവാന്റെ നാമത്തിൻ്റെ ശക്തിയിൽ ഒരു വാനരന് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. ഹനുമാൻ സ്വാമിയുടെ ധൈര്യം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ബലം, ആ രാമനാമത്തിൽ അടിയുറച്ച മനസ്സാണ്. ആ മനസ്സുകൊണ്ടാണ് ഹനുമാൻ സ്വാമി സാഗരത്തെ മുറിച്ചു കിടന്നത്. അതും ഓർമ്മിപ്പിച്ചു കൊടുത്തു. നല്ലവരുടെ വാക്കുകൾ തള്ളിക്കളയുന്നത് യുക്തമല്ല എന്നും കൂടി പറഞ്ഞു. അവസാനം ഇതൊക്കെ കേട്ട് ക്രുദ്ധനായിട്ട് രാവണൻ പറഞ്ഞു, അനുജനാണ് നീ, അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാണ്ട് വിടുന്നത്. ശത്രുവിനേക്കാളും വലിയ ദോഷം കൂടെ നിന്നിട്ട് പരുഷം പറയുന്ന നിന്നെ മാതിരിയുള്ള ബന്ധുക്കളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാമൻ്റെ അടുത്തേക്ക് തന്നെ പൊക്കോളൂ. അപ്പോഴല്ലേ വിഭീഷണൻ പറഞ്ഞു, ആപത്ത് വന്നെടുക്കുന്ന സമയത്ത് സജ്ജനങ്ങളുടെ ഭാഷണം ശോഭിക്കില്ല, നിന്റെ നാശത്തിന് സമയമായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങി സാക്ഷാൽ ഭഗവാന്റെ കാൽക്കൽ തന്നെ സമർപ്പിച്ച് ശരണാഗതിയെ പ്രാപിച്ചു. ആ മഹാഭക്തനായിട്ടുള്ള വിഭീഷണനെ സദാ സ്മരിക്കുക. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എതിരാവുമ്പോഴും അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് പോലും സാക്ഷാൽ ഭഗവാനെ സദാ സ്മരിക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു. ഇന്ദ്രനെ പോലും പരാജയപ്പെടുത്താൻ കഴിവുള്ളവനായിരുന്നു മേഘനാഥൻ. ഇന്നത്തെ രാമകഥാമൃതം മേഘനാഥവധത്തെക്കുറിച്ചാണ്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. രാമായണത്തിൽ ഒരുപാട് വീരന്മാരുടെ കഥകൾ പറയുന്നുണ്ട്. അതിൽ രണ്ട് പക്ഷത്തും ഒരുപാട് വീരന്മാരുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നമുക്കറിയാം സാക്ഷാൽ ഭഗവാൻ തന്നെയുണ്ട്, അദ്ദേഹത്തിന് അനുജനുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട്, ജാംബവാനുണ്ട്, സുഗ്രീവനുണ്ട്, അങ്കദനുണ്ട്, നീലനുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വീരന്മാർ ഭഗവാന്റെ പക്ഷത്തുണ്ടായിരുന്നു. അപ്പുറത്തും രാവണന്റെ പക്ഷത്തും അങ്ങനെ നിരവധിയായിട്ടുള്ള വീരന്മാരുണ്ടായിരുന്നു. അതിലേറ്റവും കേമൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ വീരൻ, ഒരു പക്ഷേ രാവണൻ പോലും കരുതിയിരുന്നു അവൻ എന്നേക്കാൾ വീരതയുണ്ടോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മോക്ഷത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നത്. സാക്ഷാൽ മേഘനാഥനെക്കുറിച്ചും മേഘനാഥൻ്റെ വധത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ രാമകഥാമൃതം ചിന്തിക്കുന്നത്. ആരാണ് മേഘനാഥൻ? രാവണന്റെ മകനാണ്. രാവണന് മണ്ഡോദരിയിൽ ജനിച്ചിട്ടുള്ള മകനായിരുന്നു മേഘനാഥൻ. അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത് അദ്ദേഹം ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കരച്ചിൽ ഇടിമുഴക്കം പോലെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വീര്യത, ഒരു പ്രഭ എത്രത്തോളം ഉണ്ടാവണം അല്ലേ? ഇടിമുഴക്കം പോലെയൊക്കെ കരയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലുള്ള വീര്യത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്യധികം വില്ലാളി വീരനായിട്ടാണ് ആ കുട്ടി വളർന്നു വന്നത്. ശുക്രനാണ് പലതരത്തിലുള്ള മായാവിദ്യകളും ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ധനുർവിദ്യയിലും മായയിലും പ്രത്യേകിച്ച് ആകാശത്ത് മറഞ്ഞു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെയധികം കൂടുതലായിരുന്നു. പല ഘട്ടത്തിലും രാമായണത്തിൽ അദ്ദേഹത്തിനെ നമുക്ക് നോക്കിയാൽ കാണാം, അദ്ദേഹം മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഭഗവാനും ലക്ഷ്മണസ്വാമിയും ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ശുക്രാചാര്യരാണ് എന്നാണ് സങ്കല്പം. അദ്ദേഹമായിരുന്നല്ലോ അസുരന്മാരുടെ ഗുരു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരിക്കൽ സ്വർഗലോകം ആക്രമിച്ചു. സ്വർഗലോകം ആക്രമിക്കുക മാത്രമല്ല ചെയ്തത്, ഇന്ദ്രനെ അദ്ദേഹം തടവിലിട്ടു എന്നാണ്. ഇന്ദ്രനെ തടവിൽ പാർപ്പിക്കുന്ന കാലത്ത് മേഘനാഥന് തോന്നി ഇദ്ദേഹത്തിനെ ഇങ്ങനെ വെറുതെ പൂട്ടിയിട്ടിട്ട് കാര്യമില്ല, ഇദ്ദേഹത്തെ അങ്ങോട്ട് കൊന്നുകളയാം. അച്ഛനുമായിട്ട് ആലോചിച്ചു മേഘനാഥൻ. ആ സമയത്ത് രാവണനും തോന്നി ഉചിതമായിട്ടുള്ള തീരുമാനമാണ്, ഈ ദേവന്മാരൊക്കെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇവരൊക്കെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാ നമ്മുടെ ധർമ്മം തന്നെ, അതുകൊണ്ട് അങ്ങനെ ആവാം എന്ന് കരുതിയ സമയത്ത് ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ ഒരു പ്രക്രിയയിൽ നിന്ന് അച്ഛനെയും മകനെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമാണ് കഥ. ആ സമയത്ത് ബ്രഹ്മാവ് കൊടുക്കുന്ന ഒരു പേരായിട്ടും പലപ്പോഴും പറയാറുണ്ട്, ഇന്ദ്രനെ തോൽപ്പിച്ചത് കൊണ്ട് ഇനിയുള്ള കാലം നീ ഇന്ദ്രജിത്ത് എന്ന പേരിലും കൂടെ അറിയപ്പെടട്ടെ എന്ന് പറഞ്ഞതാണ്. ആ സമയത്ത് ബ്രഹ്മാവിനോട് ഇന്ദ്രജിത്ത് ഒരു ഉപാധി വെക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കൊല്ലാതെ വിടണമെന്നുണ്ടെങ്കിൽ എനിക്ക് അമരത്വം വേണമെന്നാണ് ആദ്യം പറഞ്ഞത്, മരണം ഉണ്ടാവരുതെന്ന്. ബ്രഹ്മാവ് പറഞ്ഞു, ജനിച്ചാൽ ആരായാലും മരിക്കുക എന്നുള്ളതാണ് നിവൃത്തി, അപ്പം എനിക്ക് പോലും ഒരു കാലം കഴിഞ്ഞാൽ ഈ സ്ഥാനത്തുനിന്ന് മാറണം, പുതിയ ബ്രഹ്മാവ് വരും, അതുകൊണ്ട് അതല്ലാതെ എന്തെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു.
ആ സമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്, എനിക്ക് എൻ്റെ ആരാധനാമൂർത്തിയെ ആരാധിക്കാനായിട്ടൊരു സ്ഥലം വേണം. അവിടെ വെച്ച് ഞാൻ ആ ഭഗവതിയെ ആരാധിച്ച് പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവ്യമായിട്ടുള്ള തേര് ലഭിക്കണം. ആ തേരിൽ നിന്ന് ഞാൻ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മരണം സംഭവിക്കരുത്, എന്നെ അജയ്യനായിട്ട് പ്രഖ്യാപിക്കണം എന്ന് അദ്ദേഹം ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവ് ആ വരം അംഗീകരിച്ചു. ഒരു കാര്യം ബ്രഹ്മാവ് അങ്ങോട്ടും പറഞ്ഞു, ഈ യാഗം അവിടെ നടക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് അനിഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അനിഷ്ടം ഉണ്ടാക്കിയ ആളുടെ കൈകൊണ്ട് തൻ്റെ മരണം സംഭവിക്കും എന്നും കൂടെ അതിൻ്റെ കൂടെ ബ്രഹ്മാവ് കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് മേഘനാഥനുമായിട്ടുള്ളൊരു യുദ്ധം രാമരാവണ യുദ്ധത്തിൽ തുടങ്ങുന്നത്. കുംഭകർണന് ശേഷമാണ് അദ്ദേഹം യുദ്ധത്തിന് വരുന്നത്. മേഘനാഥൻ കൊന്നുകൂട്ടിയ വാനര സൈന്യത്തിന് കണക്കില്ല എന്നാണ് രാമായണം പറയുന്നത്. അത്രയധികം നാശമാണ് അദ്ദേഹം ഭഗവാന്റെ സൈന്യത്തിന് വരുത്തിയത്. പലപ്പോഴും മായാവിദ്യ കൊണ്ട് അദ്ദേഹം വലിയ ആക്രമണം നടത്തി. 2 ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ഒരു ഭാഗത്ത് ഭഗവാനെയും ലക്ഷ്മണസ്വാമിയെ അദ്ദേഹം നാഗാസ്ത്രം കൊണ്ട് മയക്കിയെന്നാണ്. മറ്റൊരു ഭാഗത്ത് ലക്ഷ്മണസ്വാമി അദ്ദേഹം ബ്രഹ്മാസ്ത്രം കൊണ്ട് നേരിട്ടു എന്നും പറയാം. ഒരു ഭാഗത്ത് ഗരുഡന്റെ സഹായം കൊണ്ടും മറ്റൊരു ഭാഗത്ത് ഹനുമാൻ സ്വാമി മൃതസഞ്ജീവനി കൊണ്ടുവന്നതുകൊണ്ടുമാണ് ഈ 2 സന്ദർഭങ്ങളെയും അതിജീവിക്കുന്നത്. ഇത് രണ്ടും ചെയ്തത് ഇന്ദ്രജിത്താണ്, മേഘനാഥനാണ് എന്നുള്ളത് പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. അത്ര വീര്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ മേഘനാഥൻ യുദ്ധത്തിലുണ്ടാക്കിയിട്ടുള്ള നാശങ്ങൾ കണ്ട വിഭീഷണൻ ഭഗവാനോട് പറയുന്നു, ഇനിയും അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചാൽ നമ്മുടെ സൈന്യം പരാജയപ്പെടുന്നതാണ്. ആ ഒരു ഘട്ടം വന്ന സമയത്ത് ഭഗവാൻ അത്യന്തം കോപത്തോടു കൂടി മേഘനാഥനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ഒപ്പം ലക്ഷ്മണസ്വാമിയും. ഒരു നിമിഷം മേഘനാഥനും തോന്നി, ഇനി ആ യാഗം ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കാലോ എന്ന്. അങ്ങനെ മേഘനാഥൻ അവിടെ നിന്ന് മറയുകയും നികുംഭില എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ഥലത്തേക്ക് അദ്ദേഹം പോയി അവിടെ യാഗം തുടങ്ങിയെന്നുമാണ്. ഈ സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് വിഭീഷണൻ അറിയാമായിരുന്നു. വിഭീഷണൻ ലക്ഷ്മണസ്വാമിയോടൊപ്പം നികുംഭിലയിൽ പോവുകയും ആ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യങ്കിരാ ഭഗവതിയുടെ യാഗത്തെ പരാജയപ്പെടുത്തുകയും അതുവഴി യാഗവിഘ്നം സംഭവിക്കുകയും ചെയ്തു. അതോടുകൂടി ഇന്ദ്രജിത്തിന് അമരത്വത്തിലേക്കുള്ള വഴി അടയുകയുമാണ് ചെയ്തത്. തൻ്റെ ഇച്ഛയ്ക്ക് ഭംഗം വരുത്തിയ തൻ്റെ ചെറിയച്ഛനോട് അതിയായിട്ടുള്ള കോപം ഇന്ദ്രജിത്തിനുണ്ടായി. വിഭീഷണനെ തന്നെ വധിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നാണ്. ലക്ഷ്മണസ്വാമിയുടെ ഇടപെടൽ കൊണ്ടാണ് അതൊക്കെ മാറിയത്. കുബേരനും ഒപ്പം സഹായിച്ചു എന്ന് പറയാറുണ്ട്. അവിടെ നിന്നാണ് ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിലുള്ള അതിഘോരമായിട്ടുള്ള യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിന്റെ അവസാനം ഐന്ദ്രാസ്ത്രം എന്ന് വിളിക്കപ്പെടുന്ന അസ്ത്രം, ഇന്ദ്രനെ ജയിച്ചവനാണ് ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്തിനെ ഇന്ദ്രന്റെ അസ്ത്രം കൊണ്ട് നേരിടാൻ സാധിക്കില്ല. അതുകൊണ്ട് ലക്ഷ്മണസ്വാമി ആ ഐന്ദ്രാസ്ത്രത്തെ രാമമന്ത്രം കൊണ്ട് ശക്തിപ്പെടുത്തി എന്നാണ്. രാമനാമം കൊണ്ട് ജപിച്ച് ആ ഐന്ദ്രാസ്ത്രം ഇന്ദ്രജിത്തിന് നേരെ തൊടുക്കുകയും ഇന്ദ്രജിത്തിനെ വധിക്കുകയും ചെയ്തു. അത് കാണുമ്പോൾ ഭഗവാനുണ്ടായിട്ടുള്ള സന്തോഷം, തൻ്റെ അനുജൻ ഒരു വില്ലാളി വീരനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു രംഗം രാമായണത്തിൽ രാമൻ അനുഭവിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഇന്ദ്രജിത്തിന്റെ പതനം ഉണ്ടാകുന്നത്. പല വ്യാഖ്യാനങ്ങളിലും അദ്ദേഹം വീണ്ടും ലങ്കയിൽ ചെന്ന് അച്ഛനെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നും സീതയെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു എന്നും അങ്ങനെ ഇന്ദ്രജിത്ത് ഉപദേശിച്ചു രാവണനെ എന്ന് പറയുന്നൊക്കെയുണ്ട്. ആ സമയത്ത് രാവണന് തൻ്റെ പുത്രനെ ഓർത്ത് അപമാനം ഉണ്ടായി എന്നും ഭയന്ന് ഭീരുവായിട്ട് ഓടി വന്നുവെന്ന് പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രാവണൻ എന്നും പറയാറുണ്ട്. എന്തു തന്നെ ആയാലും അദ്ദേഹം വലിയൊരു വീരനായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അങ്ങനെയുള്ള ആ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണസ്വാമിയാണ് വധിച്ചത് എന്നുകൂടി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഇന്ദ്രജിത്തിന്റെ വധം കൂടെ കഴിയുമ്പോഴാണ് രാവണന് ഒരു പരിധിവരെ താൻ ഈ യുദ്ധം പരാജയപ്പെടാൻ പോകുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തു തന്നെ ആയാലും പിന്നീടാണ് രാവണൻ നേരിട്ട് യുദ്ധത്തിന് വരുന്ന രംഗമൊക്കെ വിശദീകരിക്കുന്നത്. അതൊക്കെ അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ഈ കഥയിൽ ആ ലക്ഷ്മണസ്വാമിയെ, ഇന്ദ്രജിത്തിനെ വധിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ എല്ലാവരും സാഷ്ടാംഗം നമസ്കരിക്കുക. അടുത്ത കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്രത്തിലെ പൂജകളെ പലതായി തിരിക്കാം. എല്ലാ ദിവസവും നടത്തുന്ന പൂജകളാണ് നിത്യപൂജ. ഒരു പ്രത്യേക ആഗ്രഹത്തിനായി നടത്തുന്നത് കാമ്യപൂജ. ഉദാഹരണമായി സ്വയംവര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ. വിശേഷ ദിവസങ്ങളിൽ മാത്രം നടത്തുന്നത് നൈമിത്തിക പൂജ, ഉദാഹരണം നവരാത്രി പൂജ മുതലായവ. ക്ഷേത്ര സംബന്ധമായ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും ഏതാണ്ട് 18 കിലോമീറ്റർ തെക്കുകിഴക്കായാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം കുടികൊള്ളുന്നത്.
വിഷ്ണുവിൻ്റെയും ദുർഗയുടെയും സാന്നിധ്യം കുടികൊള്ളുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് എടാട്ട് നമ്പൂതിരി കുടുംബമായിരുന്നു നിത്യപൂജകൾ നടത്തിയിരുന്നത്. കാലക്രമത്തിൽ എടാട്ട് ഇല്ലം അന്യം നിന്നപ്പോൾ ഇവിടുത്തെ ഊരായ്മ അയനിക്കാട് ഇല്ലത്തിന് വന്നു ചേർന്നു. ഇത് ഭജനമൂത്ത് ഊരായ്മയായതാണ് എന്ന് പഴയ കഥകൾ പറഞ്ഞു തരുന്നു. അയനിക്കാട്ടില്ലവും അന്യം നിന്നപ്പോൾ ക്ഷേത്രഭരണം 1065 കന്നിമാസത്തിൽ സർവ്വസ്വത്തുക്കളോടും കൂടി സർക്കാരിനെ ഏൽപ്പിക്കുകയായിരുന്നു. നിഷ്ഠയായ ഭജനാദികളോടെ അമ്മയെ പ്രാർത്ഥിച്ചാൽ ഇത്തരം ദുരിതങ്ങളിൽ നിന്നും മോചനമുണ്ടാകും എന്നാണ് അനുഭവം. കീഴ്ക്കാവിൽ നടക്കുന്ന ഗുരുതി പൂജയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രതിഷ്ഠാസ്ഥാനത്തു നിന്ന് കിട്ടുന്ന മണ്ണ് കൂടിലാക്കി ധരിച്ചാൽ യാതൊരുവിധ ബാധാദോഷങ്ങളും ഉണ്ടാവുകയില്ലത്രേ. ശംഖ്, ചക്രം, വരദം, അഭയം എന്നീ 4 മുദ്രകളോടും കൂടിയാണ് ചോറ്റാനിക്കരയമ്മ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നത്. കൊച്ചി രാജകുടുംബം ചോറ്റാനിക്കരയമ്മയെ അവരുടെ കുലദൈവം എന്ന നിലയിലാണ് ആരാധിച്ചു പോരുന്നത്. ചോറ്റാനിക്കരയിലെ ജഗദംബികെ ദുഃഖമാറ്റുന്ന കലിയുഗ വരമംഗലേ. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിന്റെ വടക്കുകിഴക്കായി ഓണക്കുറ്റി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. സപ്തമാതൃരൂപത്തിൽ ജലദുർഗാ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ചോറ്റാനിക്കര ദേവിക്ക് അഭിഷേകം നടത്തുന്ന ജലം ഭൂമിക്കടിയിലൂടെ ഈ കുളത്തിലാണത്രേ വന്നു ചേരുന്നത്. എത്ര കുടം ജലം ദേവിയുടെ ബിംബത്തിൽ അഭിഷേകം നടത്തിയാലും ഓവ് വഴി വെള്ളം പുറത്തു വരികയില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിന് തെക്കുവശത്തായി തെക്കേച്ചിറ എന്ന പേരിലൊരു കുളമുണ്ട്. ഈ കുളത്തെ പ്രതി ഒരു സംഭവകഥ പറഞ്ഞു കേൾക്കുന്നു. ചോറ്റാനിക്കരയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരത്തുള്ള തലയോലപ്പറമ്പിൽ വെട്ടിക്കാട്ടിരി മനയിൽ കഥകളി ഭ്രാന്തനായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ഒരു ദിവസം തോട്ടറയുള്ള പുതുവാമനവക തൃപ്പക്കോടത്ത് ക്ഷേത്രത്തിൽ കഥകളി കാണാൻ ഈ ബ്രാഹ്മണൻ യാത്രയായി. വഴിമധ്യേ ഈ ബ്രാഹ്മണന്റെ പിറകെ ഒരു യക്ഷി കൂടിയെന്നും യക്ഷിയുടെ പിടിയിൽപ്പെടാതിരിക്കാൻ ഓടുമ്പോൾ ചോറ്റാനിക്കരയമ്മയെ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കേട്ട ദേവി യക്ഷിയെ വധിച്ച് ബ്രാഹ്മണനെ രക്ഷിക്കുകയും ചെയ്തു. യക്ഷിയെ വധിച്ച ശേഷം കബന്ധമെറിഞ്ഞത് ഈ കുളത്തിലാണ് എന്നാണ് വിശ്വാസം. ദേവിയുടെ അംഗരക്ഷകനും കാര്യസ്ഥനും എന്ന നിലയ്ക്കാണ് ഇവിടെ ശാസ്താവിൻ്റെ സ്ഥാനം. ബാധോപദ്രവകാരികളെ പന്തീരടി സമയത്ത് ശാസ്താവ് തുള്ളിച്ച് നട തുറക്കുന്ന സമയം ദേവീ സന്നിധിയിൽ സത്യം ചെയ്യിച്ച് കീഴ്ക്കാവിലമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കീഴ്ക്കാവിലമ്മ പിന്നീട് ആരെയും ഉപദ്രവിക്കാത്ത വിധം ബാധയെ പാലയിൽ ആണിയടിച്ച് ബന്ധിപ്പിക്കുന്നു. ചോറ്റാനിക്കരയിലെ ഉത്സവത്തിൽ ഉത്രംനാൾ ആറാട്ട് പ്രമുഖമാണ്. ഉത്സവത്തിൽ മകം തൊഴൽ ഏറ്റവും പുണ്യമായി കണക്കാക്കുന്നു. ഉത്സവത്തിന് കൊടിയേറി 7-ാം നാളിലാണ് മകം തൊഴൽ. ചോറ്റാനിക്കര മകം എന്ന് ഇത് പ്രസിദ്ധമാണ്. മണ്ഡപത്തിൽ പാട്ട്, മുറജപം, 12000 പുഷ്പാഞ്ജലി, അന്നദാനം എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. തികച്ചും നിഗൂഢമായ ആധ്യാത്മിക സാധനയുടെ തത്വം ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രാങ്കണമാണ് ചോറ്റാനിക്കര ദേവീ സന്നിധി. ഇവിടെ എത്തുന്ന ഭക്തർ തങ്ങളുടെ സകല പാപങ്ങളും കടന്ന് ശുദ്ധാന്തകരണരായി സായുജ്യം നേടുന്നു. ആന വലിയ ജീവിയാണ്, ഉറുമ്പ് ചെറുതും. എന്നാൽ ഒരു ഉറുമ്പ് ആനയുടെ തുമ്പിക്കൈയിലൂടെ കടന്ന് ആനയെ കടിച്ച കഥ നാം കേട്ടിട്ടുണ്ട്. ഏത് വലിയവനെയും അടിതെറ്റിക്കാൻ എത്ര ചെറിയവനും കഴിയും. അതിനാൽ ആരെയും നിസ്സാരമായി കാണരുത്.
ചെറുതിനെ വലുതായി അംഗീകരിക്കാനുള്ള കഴിവ് നമ്മെ വലിയവനാക്കും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.